ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജമീല എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, തൽക്കാലം എന്നെ ജമീല എന്ന് വിളിക്കൂ. എനിക്ക് 45 വയസ്സുണ്ട്. 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു. ഇളയവൾ ഇപ്പോൾ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 18ാം പിറന്നാൾ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ വിവാഹം. പക്ഷേ എന്താണെന്നറിയില്ല, കുട്ടികളുണ്ടാകാൻ ഇത്തിരി താമസിച്ചു മാഡം. ഭർത്താവിൻ്റെ ഒരു സ്വഭാവവിശേഷം കൊണ്ടായിരിക്കും. ഇക്ക വളരെ സ്ലോ ടൈപ്പാണ്. അപ്പോൾ മാഡം ഓർക്കും ഞങ്ങൾക്കിടയിൽ അധികം ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും. സംഭവിക്കും സംഭവിക്കും, പക്ഷേ അതെല്ലാം വളരെ പതുക്കെയാണെന്ന് മാത്രം. സത്യമായും ഒരു പ്രായം വരെ ഈ ആണുങ്ങൾ എന്തിനാണ് ഇങ്ങനെ പെണ്ണുങ്ങളുടെ അടുത്ത് പെരുമാറുന്നതെന്ന് എനിക്ക് പിടികിട്ടിയിട്ടേ ഇല്ല. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടും എനിക്കതിൻ്റെ ടെക്നിക്കോ അല്ലെങ്കിൽ സ്ത്രീക്ക് എന്താണ് പുരുഷൻ പകർന്നു നൽകുന്നതെന്നോ ഒരു പിടിയും കിട്ടിയിട്ടില്ല. 2ാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞ ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഇക്ക ഇത്തിരി മെച്ചപ്പെട്ടു. കാര്യം ഗൾഫിൽ പോയിരുന്നു. ആ സമയത്ത് നാട്ടിലായിരുന്നു അത്രയും നാളും. അത് കഴിഞ്ഞ് ഇടയ്ക്ക് വരുമ്പോൾ എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഭയങ്കര ആവേശം, ഭയങ്കര തീവ്രത. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയിക്ക, എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും പുള്ളി പറഞ്ഞു, എന്താണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു, പക്ഷേ പണ്ടത്തെ രീതിയിലല്ലല്ലോ. നിങ്ങൾക്ക് അവിടെ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എന്നെ തല്ലാൻ വന്നു. ഇതിപ്പോൾ നിന്നോട് നല്ല സ്നേഹത്തിൽ പെരുമാറി കഴിഞ്ഞപ്പോൾ എന്നെ സംശയിക്കുകയാണോന്നും ഞാൻ ചോദിച്ചു. എന്നാലും എങ്ങനെയെന്ന് അപ്പോഴാണ് പറഞ്ഞത്, അവിടെയും കണ്ടും എന്തോ ജെല്ലിയോ ഏതാണ്ട് കഴിക്കാൻ കിട്ടുമെന്നോ. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര രസമാണെന്നും പുള്ളിക്ക് അറിയാതെ തന്നെ പല തന്ത്രങ്ങളും പുറത്തു വന്നെന്നാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും എന്നെ കാണിച്ചു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ഒത്തിരി മാറ്റങ്ങളുണ്ടായി. അന്നാണ് ശരിക്കും എനിക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അനുഭവിച്ചറിയാൻ തുടങ്ങിയത്. പക്ഷേ അധിക നാൾ നിൽക്കില്ലല്ലോ. 2ാമത്തെ വട്ടം വന്നു കഴിയുമ്പോഴേക്കും ഓക്കെ ആയിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ ശരിക്കും പ്രേമിച്ചു. ഞാനാണെങ്കിൽ മൊബൈലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ ഓരോ കളിച്ചിരികളും കളിവചനങ്ങളും പറയുകയില്ലേ, അതൊക്കെ ശരിക്കും 2ാമത്തെ വട്ടം വന്നിട്ട് പോയ ശേഷമാണ് പറയാൻ തുടങ്ങിയത്. അതുവരെ ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടുകാര്യങ്ങൾ പറയും. അതല്ലാതെ ആ സമയത്ത് എന്തെങ്കിലും മുക്കിയോ മൂളിയോ ഉള്ള കാര്യങ്ങളല്ലാതെ ഒന്നുമില്ലായിരുന്നു. പക്ഷേ കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞ് അദ്ദേഹം 2ാം വട്ടം പോയി കഴിഞ്ഞപ്പോഴേക്കും ഇക്കെ വിളിച്ച് ഞാൻ പറയും, എമർജൻസി ഇവിടുത്തെ വാ, എന്തിനാടി എന്ന് ചോദിക്കുമ്പം ഞാൻ പറയും, അതും എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പുള്ളിയെ ഞാനത് ഇളക്കും. പുള്ളി അപ്പം തിരിച്ച് പറയും. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ശരിക്കും ഈ +2 അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴുള്ള പ്രണയമില്ലേ, അത്തരം കാര്യങ്ങളിലേക്ക് അന്നാണ് മാഡം ശരിക്കും എനിക്ക് ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായത്. അത് കഴിഞ്ഞ ശേഷമാണ് പുള്ളി എന്നോട് പറഞ്ഞത്, നീ വേണമെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചോളാണെന്ന്. പിന്നെ ഞാൻ ഡിഗ്രിക്ക് കറസ്പോണ്ടൻസായിട്ട് പഠിക്കുകയും ചെയ്തു. വേറെ ഒന്നിനുമല്ല, അറിവ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രം. പക്ഷേ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. കുട്ടികളെ 2പേരും നന്നായിട്ട് പഠിപ്പിക്കണമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അങ്ങനെ പ്രണയമായിട്ടാണ് ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചത്. അപ്പോൾ ഇപ്പോൾ എന്താണ് ജമീലയ്ക്ക് പറ്റിയതെന്ന് മാഡം ചോദിക്കാം. ഇപ്പോഴാണ് മാഡം ശരിക്കും പറ്റിയത്. മൂത്ത മകളും നേഴ്സിംഗാണ് പഠിച്ചത്. നേഴ്സിംഗ് കഴിഞ്ഞ് അവൾക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ കല്യാണം ആലോചിച്ചു. അപ്പോൾ നല്ലൊരു പയ്യൻ ഒത്തു വന്നു. അവനും നേഴ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇഷ്ടം. വിദേശത്ത് പോകാനാണ് ആഗ്രഹം. ഇവൾക്കും അങ്ങനെ തന്നെയാണ്. അവന് ഗൾഫിൽ ജോലിയുണ്ട്. എങ്കിൽ 2 പേരും കൂടെ ഒന്നിച്ചു പോയി അടിച്ചു പൊളിച്ച് ജീവിച്ചോട്ടെ. അതുമാത്രമല്ല, എൻ്റെ മകളൊരു സുന്ദരിയാണ്. വന്ന ചെക്കനും അതീവ സുന്ദരൻ. വേറെ സുന്ദരനായ പോയാപ്പിളെ എവിടെ നിന്ന് കിട്ടാനാണ് പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ മോൾക്കും ഇഷ്ടമായി, എനിക്കിഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ മറ്റൊന്നും നോക്കാതെ ഷടേന്ന് കല്യാണം അങ്ങ് നടന്നു മാഡം. പക്ഷേ അതിനിടയ്ക്കാണ് പ്രശ്നം ഉണ്ടായത്. അവന് 3 മാസത്തെ ലീവേ ഉള്ളതെന്നാണ് പറഞ്ഞത്. നാട്ടിൽ നിൽക്കും, അത് കഴിയുമ്പോഴേക്കും ഗൾഫിൽ പോകുന്നതാണ്. പക്ഷേ അവന് 3 മാസം കഴിഞ്ഞിട്ട് പോയില്ല. അവന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ജോലിക്ക്. അങ്ങനെയായപ്പോൾ നാട്ടിൽ സ്റ്റക്കായി. മോള് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അവൾക്ക് വേണമെങ്കിൽ പോകാം. എന്നാലും അവന് അവിടെ പ്രശ്നമുള്ളപ്പോൾ എങ്ങനെയാണ് പോവുക? അതുകൊണ്ട് നാട്ടിലൊരു ഹോസ്പിറ്റലിൽ അവൾ ജോയിൻ ചെയ്തു. 1 വർഷം കഴിഞ്ഞിട്ട് വേറെ വിസയിൽ വേറെ രാജ്യത്തേക്ക് പോകാം എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം. അവൻ്റെ ബാപ്പയ്ക്ക് ചില ബിസിനസ്സുകളുണ്ട്, അനിയനുമുണ്ട് ബിസിനസ്. അവനാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു വസ്ത്രശാല നടത്തുന്നുണ്ട്. അവിടേക്ക് എൻ്റെ മരുമകൻ പോയിരിക്കാൻ തുടങ്ങി. അവന് വേറെന്തോ ബിസിനസ്സിലൊക്കെ പോകണം. എന്തായാലും പണത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. ഒരു ദിവസം
മകളാണെങ്കിൽ വാട്സാപ്പിൽ എനിക്ക് കുറേ മെസ്സേജ് അയച്ചു. എന്നിട്ട് വിളിച്ചു, ഉമ്മ ആ മെസ്സേജ് കണ്ടോന്ന്. ഞാൻ പറഞ്ഞു മെസ്സേജ് കണ്ടില്ല, എന്നോ നോക്കാൻ പറഞ്ഞു. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കില്ലേ മാഡം, കുറേയധികം ഇന്നർ മുകളിലത്തേതും താഴത്തേതുമൊക്കെ പല സ്റ്റൈലിലുള്ളത് ഇങ്ങനെ അയച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോസാണ്. ഞാൻ ചോദിച്ചു, എടി നീ എന്തിനാണ് ഇതെനിക്ക് അയച്ചു തന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, ഉമ്മ അത് നോക്ക്, ഏറ്റവും പുതിയ മെറ്റീരിയലാണെന്ന്. അയ്യേ, പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് ഇതും ചെറുപ്പക്കാർക്ക് ചേരുകയുള്ളൂ, എനിക്കിടാൻ പറ്റില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ആഹാ ഉമ്മയ്ക്ക് വലിയ പൂതിയാണല്ലോ, പിന്നെന്താണ് നീ എനിക്ക് അയച്ചു തന്നതും? അത് ഞാൻ അവൾക്ക് വേണ്ടി സെലക്ട് ചെയ്യാനുള്ളത് അമ്മയ്ക്ക് അയച്ചു തന്നാണ്. അവളുടെ സൈസ് അമ്മയ്ക്ക് അറിയില്ലേ? എടി നീ എന്താ അവൾക്ക് അയച്ചു കൊടുക്കാതിരുന്നതും? അത് ശരിയാകില്ല, അവളുടെ മൊബൈൽ കൂട്ടുകാരൊക്കെ എടുക്കും. അപ്പം ഇത്ര ഒത്തിരി പടം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകില്ല. ഉമ്മ എങ്ങനെ സെലക്ട് ചെയ്താൽ മതി അവൾക്ക് വേണ്ടതും. പിന്നെ ഉമ്മ അതിൽ ലാസ്റ്റ് കണ്ടില്ലേ, അത് ഉമ്മയ്ക്ക് കൊള്ളാം. ആ 2 വള്ളിയുള്ളതോ? പൊടി, എനിക്കത് ചേരില്ല. ചേരുമ്മ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നോക്കിയായിരുന്നു, അങ്ങ് ഇടിഞ്ഞ് താന്നിരിക്കുകയാണ്. ഉമ്മ അങ്ങനെയല്ല, അത് ഉപയോഗിച്ച് കഴിഞ്ഞാലേ നല്ല ഷേപ്പ് ഒത്തിരിക്കും. ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ ഷേപ്പ് ഒത്തിരുന്നിട്ട് എന്താടി നിൻ്റെ ബാപ്പയുടെ കാര്യത്തിലാണെങ്കിലും എനിക്കിനി അങ്ങനെ അട്രാക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നല്ലേ ഉമ്മ പഴഞ്ചൊല്ലും. പഴഞ്ചൊല്ല് അവിടെ കിടക്കും. എന്നാലും ഉമ്മയ്ക്ക് കുറച്ചുകൂടി നല്ലൊരു താങ്ങ് ആവശ്യമാണ്. നീ എന്നെ കളിയാക്കാന്നോടി? താങ്ങ് കൊടുക്കരുതെന്താ, കുരുമുളകിൻ്റെ വള്ളിയോ മറ്റോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഉമ്മ ഞാൻ പറഞ്ഞത് കേൾക്കും, നിങ്ങൾ അത്ര പ്രായമൊന്നും ആയില്ല. നിങ്ങളെ കണ്ടാൽ ഇപ്പോഴും ഇല്ലേ ഒരു 35 വയസ്സ് പോലും പറയില്ല. പെണ്ണിൻ്റെ പൂതി കൊള്ളാമല്ലോ. നിങ്ങളെപ്പോലെ ഞാൻ ഒരുങ്ങി നടന്നു കഴിഞ്ഞാൽ ബാപ്പ എന്നെ കൊല്ലും. പിന്നെ ബാപ്പയ്ക്ക് അത്ര ഇഷ്ടമാകും. ശരിക്കുമില്ലേ, ഇത് ഇത്തിരി പ്രായമുള്ളവർക്ക് വന്ന ന്യൂ മോഡലാണ്. അതിൻ്റെ ഒരു റിവ്യൂ അറിയാൻ വേണ്ടിയിട്ടാണ് ഉമ്മ അതിട്ട് നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇക്ക എന്നോട് പറഞ്ഞിരുന്നു, ഇടി ആർക്കെങ്കിലുമൊക്കെ കൊടുക്ക്, പുതിയ ബ്രാൻഡും പുതിയ മോഡലും ഒക്കെയാണ്. അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇട്ട് നോക്കട്ടെ. നമ്മുടെ വീട്ടിലെ ആൾക്കാർ തന്നെ ഇട്ട് നോക്ക്. നിൻ്റെ അനിയത്തിക്കും ഉമ്മയ്ക്കും പിന്നെ എൻ്റെ ഉമ്മയ്ക്കൊക്കെ നീ അങ്ങ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതിനായിരുന്നോ? ഞാനിപ്പോൾ പരീക്ഷണ വസ്തുവാണോ? ഏത് പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങിയാലും ആരെങ്കിലും ഉപയോഗിച്ച് നോക്കട്ടെ. ഉപയോഗിച്ച് ഉമ്മ റിവ്യൂ പറ. പിന്നെ അവൾക്ക് ഇത് ആവശ്യമുണ്ട്. ഹോസ്റ്റലിലേക്ക് അമ്മ പോകുന്നുണ്ടല്ലോ അടുത്ത ആഴ്ച. അപ്പോൾ കടയിൽ പോയി ഉമ്മ എടുത്തോണം. എനിക്കിവിടെ കൊണ്ടുതരാൻ പറ്റില്ലേ? സോറി ഉമ്മ, എനിക്ക് തൽക്കാലം ബിസിയാണ്, നൈറ്റ് ഡ്യൂട്ടിയാണ്, എനിക്ക് അങ്ങോട്ട് വരാൻ സമയമില്ല. ഇക്കയ്ക്ക് സമയമില്ല, പർച്ചേസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അനിയൻ ഇവിടെ ഇല്ല. ഒരു കാര്യം ചെയ്യ്, ഉമ്മ കടലോട്ടങ്ങ് ചെന്നാൽ മതി. അവിടെ ഒരു പെണ്ണുണ്ടല്ലോ, അറിയാലോ, സെയിൽസ് ഗേൾ, അവളോട് പറഞ്ഞാൽ മതി. അവിടെ പാക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അനിയത്തിക്കുള്ളത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഉമ്മയ്ക്കുള്ളതും എല്ലാം വെച്ചിട്ടുണ്ട്. ഉമ്മ എടുത്തോണ്ടെങ്കിൽ പോന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കേടി എന്ന് ഞാനും പറഞ്ഞു. എന്നാലും മരുമനോടുണ്ടെങ്കിൽ ഒരു ചമ്മലല്ലേ, എന്നാലും പോയല്ലേ പറ്റൂ, പെണ്ണ് പറഞ്ഞതല്ലേ. ഇല്ലെങ്കിലില്ലേ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും. അവൾ ഇത്തിരി തൻ്റെടിയാണ്. ഒന്നാമത് നേഴ്സ് ആയതുകൊണ്ട് നമ്മളെ ഭരിക്കാനും ഉപദേശിക്കാനും ഒക്കെ വരും. നേഴ്സുമാരുടെ സ്വഭാവം അറിയാമല്ലോ, വീട്ടിലുള്ള മുഴുവൻ പേരുടെയും കാര്യങ്ങളിൽ കയറി ഇടപെടും. അങ്ങനെ ആയിക്കോട്ടെ, ഞാനങ്ങ് പോയി. ഇക്കോട്ട് ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പോവാണെന്ന് കേട്ടോ. അത് പറഞ്ഞില്ലല്ലോ, എൻ്റെ ഭർത്താവ് ആ ഗൾഫിലെ കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ഇവിടെ വന്നിപ്പോൾ ബിസിനസ് ചെയ്യുകയാണ്. നല്ലൊരു ബേക്കറി ഉണ്ട്. പുള്ളി തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. വേറെ ആൾക്കാരുണ്ട്. ഞാൻ അങ്ങോട്ടേക്കും പോകണ്ട. പുള്ളിക്ക് ഇഷ്ടമല്ല ഞാൻ ചെല്ലുന്നതും. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് തലവേദനയാണ്, കൺഫ്യൂഷനാണെന്ന് പറയും. പക്ഷേ സ്നേഹക്കുറവ് കൊണ്ടൊന്നുമല്ല, എനിക്ക് അതിനകത്തൊന്നും വലിയ എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അതുകൊണ്ടാണ്. ഇപ്പം പക്ഷേ എൻ്റെ ഹസ്ബൻഡ് സ്വഭാവം പണ്ടത്തെ പോലല്ല. ഗൾഫിൽ നിന്ന് വന്ന പിന്നെ ജെല്ലി തിന്നുന്നതും ഒക്കെ അങ്ങ് നിർത്തി. ഇപ്പോൾ സത്യം പറഞ്ഞല്ലേ മാഡം, വിരസമായ ജീവിതമാണ്. 6 മാസത്തിൽ ഒരിക്കലോ മറ്റോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണ്ടാലായി, അത്രയേ ഉള്ളൂ. മാഡത്തിന് കാര്യം മനസ്സിലായി കാണുമല്ലോ. എന്തായാലും പുള്ളിക്ക് വേറെ ടെൻഷനുണ്ട്. പെൺമക്കളോട് 2 പേരോടും അമിതമായ സ്നേഹമാണ്. അവർക്ക് വേണ്ടി ഓരോന്നുണ്ടാക്കാൻ വേണ്ടി ടെൻഷൻ അടിക്കുകയാണ്. പിന്നെ കല്യാണം വന്നല്ലോ, അതിൻ്റെ കടവും ഒക്കെ ഉണ്ട്. എന്തായാലും നല്ല സ്നേഹമുള്ളൊരു ഫാദറാണ്. അതുകൊണ്ട് എന്നോട് സ്നേഹമില്ല. ഇതൊക്കെ എല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണെന്ന് പലരും പറയാറുണ്ട്. എന്നാലും മാഡം അതൊക്കെ നിർത്താനുള്ള പ്രായമൊന്നും ആയില്ലല്ലോ. അതൊക്കെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കും. ആ സമയത്ത് സട കുടഞ്ഞൊന്ന് എഴുന്നേക്കും. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല, സട വെറുതെ കുടയാവുന്നേ ഉള്ളൂ, മറ്റു കാര്യമൊന്നുമില്ല. അങ്ങനെ അവസ്ഥയാണ്. അങ്ങനെ എൻ്റെ മോള് പറഞ്ഞിട്ട് ഞാൻ മരുമകൻ്റെ കടയിലേക്ക് പോയി. അവനെ അവിടെ കണ്ടില്ല, വിളിക്കാൻ പോയില്ല. അവിടെ ഒരു സെയിൽസ് ഗേൾ ഉണ്ടല്ലോ, അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടിയോട് ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴേക്കും ശരി അങ്ങനെ പറഞ്ഞു കേട്ടു, എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇക്കയോടൊന്ന് വിളിച്ചു നോക്കട്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ മരുമകനെ വിളിച്ചു. കൊള്ളാം, ഇതൊന്നും എടുത്തു വെച്ചിട്ടില്ലേ എന്ന് ഞാൻ ഓർത്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മരുമകൻ ഓടിക്കിതച്ച് വന്നു. അവൻ്റെ വരവ് കണ്ടപ്പോൾ ഞാനൊന്ന് അടിപിടി ശ്രദ്ധിച്ചു. എന്തൊരു മൊഞ്ചനാണ് അവൻ. അവൻ ടൈറ്റ് ജീൻസ് ഇറുകി പിടിച്ചിട്ടേക്കുകയാണ്. പെണ്ണുങ്ങളെ കണ്ടാൽ ഒന്ന് നോക്കും. അതിന് മാത്രം സൗന്ദര്യം അവന് പണ്ടേ ഉണ്ടല്ലോ. എൻ്റെ മോൾക്കും അവൻ്റെ സൗന്ദര്യത്തോട് ഭയങ്കര മതിപ്പാണ്. എന്തായാലും ഇത്ര ഇറുകി പിടിച്ച വസ്ത്രങ്ങളൊക്കെ ഇട്ട് ആണുങ്ങൾ നടക്കുന്നതിന് പിന്നിൽ മറ്റു പല അട്രാക്ഷൻ്റെയും കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. അടിപൊളി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അവനെ ഒന്ന് വായിച്ചെടുത്തു.
പക്ഷേ ഒന്നും ഞാൻ മുഖത്ത് പ്രകടമാക്കിയില്ല. അയ്യോ ഉമ്മ ഇപ്പോൾ വന്നോ? ഞാൻ പറഞ്ഞു വന്നു, ഇവിടെ എടുത്തു വെച്ചേക്കാണെന്നല്ല പറഞ്ഞത്, എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവൻ പറഞ്ഞു അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ ദേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഉമ്മയുടേത് പാക്ക് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല, അത് സെലക്ട് ചെയ്യണം ഉമ്മ, ഉമ്മ തന്നെ സെലക്ട് ചെയ്തോളാം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നാണം കേടായി. അയ്യോ വേണ്ട, എനിക്ക് വേണ്ട, അവൾക്ക് ഹോസ്റ്റലിൽ കൊടുക്കാനുള്ളത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അവനാണെങ്കിൽ എൻ്റെ മോളെ വിളിച്ചു. എടി നീ ഡ്യൂട്ടിയിലാണോ? അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കിടന്നുറങ്ങാം മനുഷ്യ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട്. എടി ഉമ്മയ്ക്ക് നീ സെലക്ട് ചെയ്തത് ഏത് ടൈപ്പാ? അയ്യോ എനിക്കതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നാണമായ മാഡം. എങ്ങനെയാണ് മരുമകൻ ഇങ്ങനെ പറയുമ്പോഴേക്കും അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്നത്? ഞാൻ അവിടെ പറഞ്ഞു വേണ്ട, ഞാനങ്ങ് പോയത് കിട്ടിയല്ലോ, അവൾക്കുള്ളത് ഞാനിപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴേ ഹോസ്റ്റലിൽ പോകുന്നുണ്ട്, പോയി കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവനാണെങ്കിൽ ഫോൺ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ചെവി ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകൾ ചോദിക്കുകയാണ് ഉമ്മ അവസാനത്തെ 2 സ്റ്റൈലിൽ ഉമ്മയ്ക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? 2 വള്ളിയുള്ളതുണ്ട്, അല്ലാതെ കപ്പ് സൈസ് കൂടുതലുള്ളതുണ്ട്, ഏതോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന്. എടി നീ നിൻ്റെ പരീക്ഷണവും എളുപ്പം ഏതെങ്കിലും നീ പറഞ്ഞത് അവനോട് പറഞ്ഞ് എടുത്തു തന്നിട്ട് എന്നെ വിട്, എനിക്കതൊന്നും ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ സംസാരിച്ചു. അവൻ്റെ അടുത്തുനിന്ന് ഇത്തിരി മാറുന്നാണ് സംസാരിച്ചത്, അതുകൊണ്ട് എനിക്കങ്ങനെ പറയാൻ പറ്റി. അവൾക്ക് എൻ്റെ അനിഷ്ടം മനസ്സിലായി. ഉമ്മയ്ക്ക് എന്തുവാ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങളൊരു പഴഞ്ചനാണല്ലോ, നിങ്ങൾക്ക് ഇത്രയും വയസ്സായിട്ടും നിങ്ങൾ എന്താ പഴഞ്ചനായത്? നിങ്ങൾക്ക് 45 വയസ്സല്ലേ ഉള്ളൂ, എന്നിട്ടും 65 വയസ്സുകാരെ പോലെയാണല്ലോ പെരുമാറുന്നത്. കുറച്ച് മോഡേൺ ആവുക, ഇതൊക്കെ മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ്. ഇക്കയ്ക്ക് ഒന്നും തോന്നില്ല. പിന്നെ ഈ മരുമനെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് പേടി, നിങ്ങൾ ആണുങ്ങളെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവളെൻ്റെ തോളിൽ കയറി. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നാക്കും വായും തായും ഇത്തിരി കൂടുതലുള്ള ടൈപ്പാണ്. ആരുടെ സ്വഭാവമാണോ? ചിലപ്പോൾ എൻ്റെ അമ്മായിയമ്മയുടെ സ്വഭാവമായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു. എന്നിട്ട് അവളോട് തന്നെ പറഞ്ഞു അവനോട് പറയാതെ എനിക്ക് സെലക്ട് ചെയ്തതെന്ന്. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും മരുമകൻ പറയണം അന്നാ ഉമ്മയുടെ അളവൊന്ന് എടുത്തേടി എന്ന് പറഞ്ഞ് സെയിൽസ് ഗേളിനോട് പറഞ്ഞു. സെയിൽസ് ഗേൾ ഉമ്മയുടെ സൈസ് എത്ര എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ അവൻ പറയണം ബിഗ് സൈസ് ഉള്ളത് എടുക്കൂ എന്നൊക്കെ പറയണം. മാഡം ഒരു നാണമില്ലാതെ ഈ ചെക്കൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സെയിൽസാണ്, കടയാണ്, ശരിയാ, അവിടെ നിൽക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും, ആണും പെണ്ണും ഒന്നൊരു പ്രശ്നമല്ല. എന്നാലും എനിക്കിത് നാണക്കേട് പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് ഞാനിങ്ങ് പോന്നു മാഡം. പോന്നപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെയായിരുന്നു, ഇവനെന്തിനാണ് ബിഗ് സൈസ് കപ്പ് എന്നൊക്കെ പറഞ്ഞത്? ഇവൻ്റെ ഉള്ളിൽ എന്നെ ആ കൂടി അളന്ന് കാണുമോ? അവൻ വേറെന്തെങ്കിലും ഉദ്ദേശം വെച്ച് പറഞ്ഞതായിരിക്കുമോ? അതോ ജസ്റ്റ് തുണിയുടെ കാര്യം മാത്രം ഓർത്ത് പറഞ്ഞതായിരിക്കുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തു. എന്തെങ്കിലും ആട്ടെ, ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയായല്ലോ ഈ പെണ്ണിൻ്റെ ഒരു സൂക്കേട് എന്ന് പറഞ്ഞു. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഞാൻ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് 3-4 ടൈപ്പ് ഉണ്ട് മാഡം, പല ടൈപ്പ് എനിക്ക് വേണ്ടിയുള്ളത്. ഞാനാണെങ്കിൽ അത് ഇട്ടില്ല, അവിടെ വെച്ചിരുന്നു, ഇപ്പോഴെങ്ങും ഇടുന്നില്ല. പിന്നെ ഞാൻ മോൾക്ക് കൊണ്ടുപോയി കൊടുത്തു ഹോസ്റ്റലിൽ. അത് കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ആ ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഇതൊന്ന് എടുത്തിട്ടേക്കാം, പുതിയ മോഡലിൽ 2 വെള്ളിയോ 3 വെള്ളിയോ നോക്കാം. അവനും പറഞ്ഞു, എൻ്റെ മോളും പറഞ്ഞു എങ്ങനെയുണ്ട് കംഫർട്ടെന്ന് എന്ന് വിചാരിച്ച് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇല്ലേ മാഡം, എന്താണെന്ന് അറിയില്ല, പണ്ടത്തെ പോലെയല്ല. മോള് പറഞ്ഞത് ശരിയാണ്, പണ്ട് മല ഇടിഞ്ഞു കിടക്കുകയാണ്, ഇപ്പോഴാണെങ്കിൽ നല്ല രസമുണ്ട്. പെട്ടെന്ന് എൻ്റെ ശരീരത്തിലെ വളവുകളൊക്കെ ഒന്ന് നിവർന്ന പോലെ എനിക്ക് തോന്നി. സാരി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ചന്തം. പെണ്ണ് പറഞ്ഞത് ശരിയാണ്, അത്യാധുനികമായ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഇക്കയ്ക്ക് വേണമെങ്കിൽ പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ട് എന്ത് കാര്യം എന്നോർത്തു. പക്ഷേ ഒരുങ്ങിയിട്ട് ഞാൻ ഹസ്ബൻഡ് അവിടെ ചെന്ന് കയറി ബേക്കറിയിൽ. അതിന് തൊട്ടടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. ഞാൻ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഇക്ക എന്നെ അടിപൊളി നോക്കി. എന്താടി നിനക്ക് പറ്റിയത്? ഞാൻ ചോദിച്ചു എന്താ കൊള്ളില്ലെന്ന്. അതല്ല എന്തൊരു വ്യത്യാസം പോലെ ഉണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു വ്യത്യാസമുണ്ട്, കസ്റ്റമേഴ്സൊക്കെ കടയിലുണ്ട്. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി ആളുകൾ കുറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ ചെവി പറഞ്ഞു ഇന്ന് ഞാൻ അകത്ത് ഒരു പ്രത്യേക സംഗതി ഇട്ടിരിക്കുന്നത് മോള് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അത് കൊള്ളാമല്ലോ, എന്താണ് ആ പ്രത്യേക സംഗതി? അതൊക്കെ അറിയണമെങ്കിലേ ഇടയ്ക്ക് പെൺപിള്ളി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു. പുള്ളി എപ്പോഴേക്കും ഒന്ന് ഊറിച്ചിരിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന് വൈകുന്നേരം എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ എന്താണെന്നുള്ളത് റെഡിയായി നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഇന്ന് ഞാൻ പ്രോമിസായിട്ട് മേടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ദേഹത്തിന് നല്ല സുഖമില്ല, ഇവിടെ വന്ന് നിൽക്കുമ്പോഴേക്കും ക്ഷീണിക്കും, അതുകൊണ്ടല്ലേ ഇന്ന് സൂപ്പർ, എനിക്കും അറിയണം പ്രത്യേകത എന്താണെന്ന്. ഞാൻ കുണുങ്ങിച്ചിരിച്ചു. ഫംഗ്ഷന് മോനും മരുമകളും ഉണ്ടായിരുന്നു, അവരങ്ങോട്ടേക്ക് വന്നതാണ്. മോളിനെ കണ്ടപ്പോഴേ ചോദിച്ചു ഉമ്മ എന്താ വ്യത്യാസം ഉണ്ടല്ലോ എന്ന്. എങ്ങനെയുണ്ട്, നല്ല ഫിറ്റാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കറക്റ്റ് ഫിറ്റാ മോളെ, ശരിയാ നീ പറഞ്ഞത്, ഇങ്ങനത്തെ ആയിരുന്നു എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞപ്പോൾ ഉമ്മേനെ വഴക്ക് പറഞ്ഞു. അല്ലടി എനിക്കങ്ങ് ചമ്മലായതുകൊണ്ടാണ്.
ഉമ്മ ഉമ്മയെ കണ്ട ഒരു മൊഞ്ചത്തിയാണ്. ഉമ്മയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് നല്ല മോഡേണായിട്ട് നടക്കണം. ഞങ്ങൾ ഇടുന്നതൊക്കെ തന്നെ ഉമ്മ ഇടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി മോളെ എന്ന് പറഞ്ഞ് അവളെ ഞാൻ ഒഴിവാക്കി വിട്ടു. അല്ലെങ്കിൽ പെണ്ണ് അവിടെ നിന്നിട്ട് ചുമ്മാ പ്രസംഗിക്കും. ഇത്തിരി കഴിഞ്ഞപ്പം മരുമകൻ ആൾക്കൂട്ടത്തിൽ നിന്നും തനിയെ വന്ന് എൻ്റെ അടുത്തുനിന്ന് സംസാരിച്ചു. എന്നിട്ട് അവസാനമായി കഴിഞ്ഞപ്പോഴേക്കും പറയുകയാണ്, ഉമ്മയ്ക്കിന്ന് നല്ല വ്യത്യാസമുണ്ട്. അവളെന്നോട് വന്ന് പറഞ്ഞെന്ന്. ഞാനാണെങ്കിൽ അങ്ങ് ചമ്മിപ്പോയി. ഞാനൊന്നും മിണ്ടിയില്ല. നിനക്കിത് ചോദിക്കാനുള്ളോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വേറെ ഒരാളോട് സംസാരിക്കാൻ തുടങ്ങി. അവനങ്ങ് പോവുകയും ചെയ്തു. മനസ്സിലെന്ത് വിചാരിച്ചു കാണും. എന്താണെങ്കിലും അവൻ ഇത്തിരി അതിര് കിടക്കുന്നുണ്ട്. ഫംഗ്ഷൻ കഴിയാറായി കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ കംഫർട്ടബിൾ ആണോ, എങ്ങനെയുണ്ട്, മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സജസ്റ്റ് ചെയ്യാമെന്ന്. പിന്നെ ബാക്കി ഞാൻ സംസാരിച്ചില്ല. ടാറ്റ പറഞ്ഞ് ഞാനിങ്ങി പോകുന്നു. മാഡം, അന്ന് വൈകുന്നേരം ഹസ്ബൻഡ് വലിയ ഉത്സാഹം, എന്താണ് പുതുമയെന്ന്. ഞാനപ്പോൾ പുതുമ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, കൊള്ളാലോ, ഇതൊരു പ്രത്യേക ഡിസൈനാണല്ലോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ വീഡിയോ സിനിമയൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്, അത് പിന്നെ കാണാതിരിക്കുമോ? ആണും പെണ്ണും കാണുന്നുണ്ട്. നിനക്ക് മുമ്പേ ഞാൻ വാങ്ങിച്ചു തന്നിട്ടില്ലേ, നീ കാണുന്നില്ലേ? ഇൻ്റർനെറ്റൊക്കെ നീ പിന്നെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അത്ര വൃത്തികെട്ട കാര്യങ്ങളൊന്നും കാണാറില്ല. പിന്നെ ഇതൊന്നും വൃത്തികെട്ട കാര്യമല്ല, മനുഷ്യൻ്റെ ശരീരത്തിനുള്ള സൗന്ദര്യം, അതുപോലെ ലോകത്ത് എന്തിനാണ് സൗന്ദര്യമുള്ളത് എന്ന് പറഞ്ഞു. അന്ന് പക്ഷേ മാഡം അദ്ദേഹത്തിന് വല്ലാത്തൊരു ആവേശമായിരുന്നു. ഒത്തിരി നാളായിട്ട് പുതുമഴ പെയ്തതുപോലെ. ഞാൻ ചോദിച്ചു എന്താ മാറിയെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നും ഒരേ കാഴ്ച കാണുമ്പോൾ മടുക്കും മോളെ, അതുകൊണ്ട് നീ ഇനി പുതിയത് ന്യൂ ആയിട്ടുള്ള പല തൊങ്ങൽ പിടിപ്പിച്ചതും ഉപയോഗിക്കൂ, ഏറ്റവും അത്യാധുനികമായുള്ളത്. അപ്പോൾ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചിന്നപ്പെണ്ണിനെ പോലെ തോന്നുമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വാട്സാപ്പിൽ കിടന്ന് കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു അവൾ അയച്ചു തന്നത്. ആഹാ, ഇത്ര നല്ല കാര്യങ്ങളൊക്കെ നിനക്ക് യൂസ് ചെയ്തുകൂടെ? ഞാൻ പറഞ്ഞു എങ്ങനെയാണ് മരുമോൻ്റെ കടയിലെ അവിടെ പോയി വാങ്ങിക്കുക? ആ കടയിലെങ്കിൽ വേറെ കടന്ന് മേടിക്കണം, എത്രയോ കടകളുണ്ട്. നീ എന്തിനാ പോയി ഈ പഴഞ്ചൻ ടൈപ്പ് വാങ്ങിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണോ? പിന്നെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞു. എന്തായാലും ഞാനും വേറെ കടയിൽ പോയി പുള്ളി പൈസ തന്ന് കുറേ വാങ്ങി മാഡം. അത് കഴിഞ്ഞതിൽ പിന്നെ എന്താണെന്നറിയില്ല, ദിവസവും പുള്ളിക്ക് എന്നെ ഒത്തിരി താല്പര്യം. അപ്പം എനിക്ക് മനസ്സിലായി, കാലം മാറുമ്പോൾ മനുഷ്യർ തമ്മിൽ മടുപ്പാകുമ്പോൾ എന്ത് ചെയ്യണം? പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണം, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഉഷാറായി മുന്നോട്ട് പോവുകയുള്ളൂ. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് ഇളക്കമായിരുന്നു. എനിക്കാണ് മരുമകനോട് അങ്ങോട്ട് കയറിച്ചെന്ന് ഒരു കിള്ളി കൊടുക്കണം തോന്നിയത്. പിന്നീട് അവൻ വരുമ്പോഴേക്കും ഞാൻ അവനോട് കൂടുതൽ അടുത്ത് സംസാരിച്ചു. തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ അവനാണെങ്കിൽ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയായിരുന്നു. ഉമ്മ, പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, ഉമ്മയ്ക്ക് വേണമെന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ നാണിക്കാതങ്ങ് പറഞ്ഞു, പുതിയ ഏതാടാ, നല്ലതാണോ എന്ന് പറഞ്ഞു ഞാൻ ഉമ്മയ്ക്ക് പടം അയച്ചു തരാം, പക്ഷേ മോളോട് പറയരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയില്ല, നിനക്ക് അയച്ചു തരാമെന്ന്. അവന് ഓരോന്നായി അയച്ചു തന്നിട്ട് പറയാണ്, ഇത് ഉമ്മയ്ക്ക് ചേരും, ഇത് ഉമ്മയ്ക്ക് ചേരില്ല എന്നൊക്കെ പറഞ്ഞു. നിനക്കിതെങ്ങനെ അറിയാം എന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ എന്നോട് പറയുകയാണ്, അതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഒരു നോട്ടമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു നിനക്കല്ലിലെ ഇളക്കമുണ്ട്, നീ എൻ്റെ മോളെ ശ്രദ്ധിക്കാതെ എന്നെ ശ്രദ്ധിക്കുകയാണോ, അതോ മറ്റു പെണ്ണുങ്ങളുടെ മേലാണോ നിൻ്റെ കണ്ണെന്ന്. അപ്പോൾ അവനോട് പറയാണ്, അങ്ങനെ മറ്റു പെണ്ണുങ്ങളോടൊന്നും എനിക്ക് താല്പര്യമില്ല, ഉമ്മയുടെ ചിരിയും സംസാരവും മറ്റ് പല കാര്യങ്ങളും എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആദ്യമൊന്നും ഞാൻ കാര്യമാക്കിയില്ല. പിന്നെ അവൻ എന്നോട് സംസാരിക്കുമ്പോൾ അറിയാതെ ഞാനും തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവൻ എന്നോട് പറഞ്ഞു, ഉമ്മ പ്ലീസ്, ഉമ്മയ്ക്ക് എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കാമോ എന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, റിസ്ക്കാണ്, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. എൻ്റെ മോളുടെ ഭർത്താവാണെന്ന് ഒരു പ്രശ്നവുമില്ല, സേഫാണ്, ഒരു കാര്യവുമില്ല. ഉമ്മ എൻ്റെ കൂടെ വരണം, എനിക്ക് ഒരിടത്ത് പോകാനുണ്ട്, ഉമ്മ വന്നാലേ ശരിയാകുള്ളൂ. ഞാൻ പറഞ്ഞ് റെഡിയാക്കാമെന്ന് പറഞ്ഞ് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസം ഞങ്ങൾ പോയി മാഡം. അത് പേര് പറഞ്ഞത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, പക്ഷേ ഞാനും അവനും കൂടെ പോയി കഴിഞ്ഞപ്പോഴേക്കും തീർത്ഥാടനമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അന്ന് മോക്ഷമുള്ള വേറൊരു തീർത്ഥാടനമായിരുന്നു. അന്ന് ഞങ്ങൾ അവിടെ പലതും കണ്ടെത്തി. രസത്തിൻ്റെ ഒരു തീർത്ഥാടനം. ആ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അടുത്ത് ഞങ്ങളൊരു മുറിയെടുത്തു, പക്ഷേ അങ്ങോട്ടേക്കെങ്ങും ഞങ്ങൾ പോയതേയില്ല. അകത്ത് ഞങ്ങൾക്ക് സംസാരിച്ച് തീർക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കാണാൻ കൊതിച്ചത് കയ്യിൽ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനോട് പണ്ടെനിക്ക് തോന്നിയ എല്ലാ വിരഹവേദനകളും ഞാൻ ആദ്യം തന്നെ എടുത്ത് പുറത്തിട്ട് എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങളിൽ കൂടി ഞാൻ കടന്നുപോയി. അവനാണെങ്കിൽ അന്താളിച്ചു പോയി. ഉമ്മ ഇത്രയും ആക്റ്റീവാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആക്റ്റീവാണ്, മനസ്സിനുള്ളിൽ ആർത്തിരമ്പുന്ന ഒരു കടലാണ് മോനെ ഞാൻ, കത്തിച്ചൊലിക്കുന്ന ഒരു കാമിനിയാണ് ഞാൻ എന്ന് പറഞ്ഞാണ് അവൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഭാരങ്ങൾ ഇറക്കി വെച്ച് തുള്ളിച്ചാടിയത്.
അവനാണെങ്കിൽ എന്നോട് പറഞ്ഞത് ഉമ്മയൊരു അത്ഭുതമാണ്, ഒരിക്കലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് അവൻ എന്നെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി മാഡം. അവനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പുറകെ അങ്ങ് നടക്കുകയാണ്. ഇപ്പം പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അകന്ന് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അവൻ പറയുന്നത് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ടൂർ പോകണം, ആരും അറിയാതെ ഈ പ്രണയം നമുക്കിനി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുകയാണ്. അവൻ എന്നോട് പറയുകയാണ് എൻ്റെ മകളോട് ഭാര്യ എന്നുള്ള സ്നേഹമേ ഉള്ളൂ, ഉമ്മയോട് എനിക്ക് പ്രണയമാണെന്ന്. പക്ഷേ ചില സമയത്ത് എൻ്റെ മനസ്സും തെറ്റിപ്പോകുന്നു, അവനോട് എനിക്ക് പ്രണയമുണ്ടാകുന്നു. പ്രണയ ജോഡികളെപ്പോലെ ഞാൻ പലതും ചിന്തിച്ചു കൂട്ടുന്നു. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മുതൽ ഞങ്ങൾ പാറിപ്പറന്നു പോകുമോ എന്ന് ഞാൻ തന്നെ അങ്ങ് സങ്കല്പിക്കുന്നു മാഡം. എൻ്റെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പൊക്കെ മാറുമോ എന്ന് എനിക്കങ്ങ് തോന്നുന്നു. എനിക്കിപ്പോൾ പേടിയായി, പക്ഷേ നിയന്ത്രിക്കാനും ആവുന്നില്ല. ഈ അവസരത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഒരു കാര്യം പറയാം, നിയന്ത്രിക്കാനാവാത്തതും വിവേകശൂന്യവുമായുള്ള എന്ത് വികാരമാണെങ്കിലും എന്ത് ബന്ധമാണെങ്കിലും അത് കുഴപ്പങ്ങളെ വരുത്തി വെക്കുകയുള്ളൂ. എന്തായാലും നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് പറയാൻ പറ്റില്ല, ഉടായ്പ തന്നെയാണ്. ഈ ബന്ധമൊന്നും ഒരിക്കലും ആകേണ്ട കാര്യമില്ല. മകളുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ മകനാണ്. അപ്പോൾ അങ്ങനൊരു ബന്ധം ഏതവസരത്തിലാണെങ്കിലും കാണാം. സ്വന്തനാണെങ്കിലും മോഹിപ്പിച്ചാലും എന്തായാലും ഉണ്ടാക്കിയെടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഒഴിഞ്ഞു മാറുകയാണ് ബുദ്ധിമതി ഒരു സ്ത്രീ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് തന്നെയല്ല, അവൻ്റെ ഇഷ്ടം കൊണ്ട് തന്നെ പോയി. അത് കഴിഞ്ഞപ്പോൾ മരുമകൻ പറയുന്നു മകളെന്ന് പറയുമ്പോൾ ഭാര്യ മാത്രമാണ്, പക്ഷെ ഉമ്മ എൻ്റെ പ്രേമമാണെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓവർ എക്സാജറേഷൻ തോന്നുന്നില്ലേ? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇനി അഥവാ അങ്ങനൊരു ബന്ധത്തിൽ പെട്ടെന്ന് പറഞ്ഞാലും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഭർത്താവിനെ മാനേജ് ചെയ്ത് പെൺമക്കളെ മാനേജ് ചെയ്ത് മകളുടെ ജീവിതവും തകർക്കാതെ അത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് നിർത്തി ഒക്കെ മുന്നോട്ട് പോകേണ്ടതല്ലേ ഒരു അമ്മ ചെയ്യേണ്ടത്? അതിന് പകരം ഈ പറഞ്ഞോളൂ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കൺട്രോൾ എൻ്റെ കയ്യിലല്ല, കൺട്രോൾ പൊട്ടും, ഞാൻ പൊട്ടി പറന്നു പോകും എന്നൊക്കെ പറയുന്നത് വളരെ ബലഹീനതയും ബാലിശ്യവുമായ കാര്യമാണ്. അങ്ങനെ ഒരമ്മ ചെയ്യാൻ പാടില്ല. അവൻ വന്നെന്ന് പറഞ്ഞാലും അത് മക്കളുടെ ഭാവിയെ കരുതി ഒഴിഞ്ഞു മാറാൻ പഠിക്കണം. ഇല്ലെങ്കിൽ വിദഗ്ധമായിട്ട് ആർക്കും ഒരു പ്രശ്നവുമില്ലാതെ മാനേജ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെയാകുമ്പോൾ അതിൽ മിതമായ കാര്യങ്ങൾ വേണം, കൺട്രോൾ വേണം, രഹസ്യ സ്വഭാവം വേണം, വിവേകം വേണം. അല്ലാതെ എടുത്തു ചാടരുത്. നമ്മളെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ ഒരു നിയന്ത്രണവും അറിവില്ലെങ്കിൽ അത് എവിടെ ചെന്നായിരിക്കും അവസാനിക്കുക. അപ്പം അങ്ങനെ പറയരുത്, ആലോചിക്കുക, അത് നിർത്തുന്നതാണ് നല്ലത്. പക്ഷെ ഇനി അതല്ല ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഈ പറഞ്ഞ പോലെ പ്രേമം, ചാബല്യം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകരുത്. അല്ലാതെ തന്നെ അത് ഏറ്റവും രഹസ്യമായ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ. പക്ഷെ അത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അനുകൂലിക്കുന്നുമില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, വിവേകമില്ലാതെ ഇത്തരം ഒരു ബന്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടരുത്. നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കില്ല, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകും, മോളുടെ ഭാവിക്ക് തന്നെ പ്രശ്നമാകും. അത്രത്തോളം അൺകൺട്രോൾഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൗൺസിലിങ്ങിനോ മറ്റോ പോയിട്ട് നിങ്ങളുടെ മനസ്സ് മാറ്റി നിങ്ങൾ സ്റ്റേബിൾ ആകേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് പോവുകയും ചെയ്യും, കുടുംബം താറുമാറാകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒന്നുകിൽ സ്വയം കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളൊരു കൗൺസിലിങ്ങിനൊക്കെ പോകാം. പക്ഷേ ഇതൊന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. മനുഷ്യർക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ലേ, വേറൊരു മനുഷ്യരാണല്ലോ നമ്മളെ ഉപദേശിക്കുന്നത്. അപ്പോൾ നമുക്കും പറ്റും. അങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഒരിടത്തും പോകണ്ട, സ്വന്തം കാര്യം ഭർത്താവിനെ നോക്കി ജീവിക്കുക.